മഹാരാഷ്ട്രയിൽ ഈ 2024 അവസാനത്തോടുകൂടി നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇപ്പോൾ ടൈംസ് നൗവിൻ്റെ ഒരു സർവേ വന്നിട്ടുണ്ട്. ഈ അസംബ്ലി ഇലക്ഷനിൽ ഇപ്പോൾ ഭരിക്കുന്ന BJP അതുപോലെ തന്നെ ശിവസേന ഷിൻഡെ വിഭാഗം മഹായുതി അവർ വീണ്ടും അധികാരത്തിൽ വരും. അതായത് 288-ൽ 105 മുതൽ 95 സീറ്റ് നേടി BJP ഒറ്റക്കക്ഷിയാവും. അങ്ങനെയാണ് സർവേ. അതിനുള്ള സാധ്യതയുണ്ടോ? എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ സർവേകൾ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഇവരെ മാത്രമല്ല നമ്മളതൊക്കെ പൊട്ടിപ്പോയതാണ്. ഇതൊക്കെ സംഭവിക്കും. പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടികളൊന്നും ശക്തിപ്പെട്ടിട്ടുണ്ട്. കാരണം മോഡിക്ക് ഇങ്ങനെ ഒരു വീഴ്ച ആരും പ്രതീക്ഷിച്ചതല്ലല്ലോ. അതിന് പല ആളുകളും പല യോഗേന്ദ്ര യാദവൊക്കെ ഓരോ കാരണം പറയുന്നുണ്ട്. ഈ ഗ്രാമീണ മേഖലകളിലെ ദാരിദ്ര്യം, അങ്ങനെ പല പ്രശ്നങ്ങളും പറയുന്നുണ്ട്. വിലക്കയറ്റം, പൊതുവെയുള്ള അസംതൃപ്തി, മോഡിയെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭരണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതിലെല്ലാം ഉപരിയായിട്ട് സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ UP-യിലൊക്കെ ഞാനിപ്പോൾ അടുത്തിടെ നമുക്ക് പുസ്തകം തരാൻ വരുന്നൊരു ആഗ്രഹക്കാരനുണ്ട്. ഇയാൾ BJP കാരനാണ്. ഞാൻ ഇയാളോട് കാര്യം ചെയ്യും, ഇയാൾ അവിടെ സവർണർ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. അങ്ങനെ മോഡി ഇവിടെ അയോധ്യ ശിലാന്യാസത്തിനൊക്കെ ചെയ്തില്ലേ, അതൊന്നും അവർക്ക് പിടിച്ചിട്ടില്ല. അത് ബ്രാഹ്മിൺസിൻ്റെ അധികാരമല്ലേ. ഇങ്ങനെ ഒരുപാട് ഫാക്ടർ ഉണ്ട്. അവർക്ക് അതിന് RSSനൊന്നും ജാതീയത്തിന് RSSനെ പിടിച്ചിട്ടില്ല. RSS എവിടെയും പോയി മോഹൻ ഭാഗത്തൊക്കെ എവിടെയും പോയി ആളാന്ന് നിങ്ങൾ കണ്ടുണ്ടോ? അവിടെ നിൽക്കില്ല. സ്വയം സേവയുടെ സ്വഭാവം എന്ന് വെച്ചാൽ അവർ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് നടത്തുമെന്നല്ലാതെ അവർ ഈ ആളാവുന്ന പരിപാടിക്ക് അവർ പൊതുവേ പോകില്ല. BJP-ക്കാർ പോകും. RSSകാർക്ക് അങ്ങനെ കുറച്ചും കൂടി ഇരുത്തം വന്ന അങ്ങനെയുള്ള ആളുകളാണ്. ഇപ്പം മോഹൻ ഭാഗവത്തിനൊക്കെ ഇന്ത്യയിൽ എന്താ ചെയ്യാൻ പറ്റാത്തത്? അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇതാണ് ഒരു സത്യത്തിൽ തോൽവിയുടെ പ്രധാന ഫാക്ടർ ഇതാണ്. കാരണം പ്രതിപക്ഷ സഖ്യത്തിന് ആളുകൾക്ക് വിശ്വാസമൊന്നുമില്ല. അപ്പോൾ മോഡി ഇൻഫാലിയബിൾ എന്ന് വെച്ചാൽ അപ്രമാദിത്യമുള്ള ആളൊന്നല്ല. മോഡിയെ തോൽപ്പിക്കാനൊക്കെ പറ്റും. പക്ഷേ അത് മോഡിയേക്കാൾ ജനം വിശ്വസിക്കുന്ന ഒരാളും ഒരു പ്രതിപക്ഷവും വരണം. അതിപ്പോൾ ഇല്ല ഇന്ത്യയിൽ. അതിന് കുറച്ചെങ്കിലും സ്കോപ്പുള്ള ആപ്പിനെ കുടുക്കിയിട്ടിരിക്കുകയാണ്. ആപ്പിനെ കയ്യിരിപ്പും കുറച്ച് മോശമായിരുന്നു. ഇനി എങ്ങനെ ആപ്പ് എമേർജ് ചെയ്ത് വരും നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും അരവിന്ദ് കെജ്രിവാളിന് പണ്ടത്തെ ഇമേജ് ഒന്നും ഇപ്പോൾ ഇല്ല. അത് ശരിയാണ്. അപ്പോൾ എസ്പെഷ്യലി അവിടെ ഒരു വനിതാ MP-നെ പിന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. അവരുടെ പാർട്ടി വിട്ടു മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ള പറഞ്ഞാൽ അതിലുണ്ടോ ഇല്ല, സംഭവം നടന്നോ ഇല്ല എന്താ നമുക്കറിയില്ല. പക്ഷേ ഈ അഴിമതി ആരോപണത്തിൽ വിശ്വസിക്കാത്തവരും അതിൽ വിശ്വസിക്കുന്ന അവസ്ഥ ഇപ്പോഴുണ്ട്. അവർ ചെയ്തത് ഈ വനിതാ MP ചെയ്തത് ശരിയാണെന്നില്ല ഇപ്പോൾ. പക്ഷേ ശരിയാ, നിങ്ങൾ അത്രയും വലിയ ജനാധിപത്യമൊക്കെ പറയുന്നത് ഗാന്ധിയനാണെങ്കിൽ ഇങ്ങനെ അവരോട് ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു ഫീലുണ്ട്. അപ്പം പക്ഷേ ഇതാണ് സ്ഥിതി. പക്ഷേ പ്രതിപക്ഷം ഇപ്പം കുറച്ച് ആവേശത്തിലാണ്. ഈ ആവേശത്തിൻ്റെ ഒരു കാരണം ഈ പറഞ്ഞ പോലെ BJP-ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതെ പോയതും, മോഡി പണ്ടത്തെ പോലെ പവർ സ്റ്റേറ്റ്മെൻറ്റുകൾ മോഡിയുടെ അമിത്ഷായുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല ഇപ്പോൾ. അപ്പോൾ അവർ വീക്കം ചെയ്യപ്പെട്ടു. പിന്നെ RSSൽ ഇവരായിട്ടുള്ള ബന്ധം സ്ട്രെയിൻഡ് ആണോ എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ, മറ്റുള്ളവരെ കഴിവുകേടിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുമെന്നാണ് പ്രതിപക്ഷത്തെ തോന്നൽ. സ്വന്തം കഴിവിൽ അവർക്ക് വിശ്വാസമില്ല. അതാണ് പ്രശ്നം. സ്വന്തം കഴിവിൽ ഒരു ഓൾട്ടർനേറ്റീവ് കൊടുക്കാനില്ല എന്നുള്ളതാണ്. മാറി വന്നൊരു ജനറേഷനാണ് സത്യത്തിൽ മോഡിയുടെ ശക്തി, BJP-യുടെ ശക്തി. അവരുടെ ഹോപ്സ് ആൻഡ് ആസ്പിറേഷനാണ് BJP. അങ്ങനെ കോൺഗ്രസിൻ്റെ കഴിവുകേടുകളെ വിമർശിച്ചു വന്നിട്ടുള്ള ഒരു അത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കഴിവുകേടുകൾ കണ്ടു വളർന്ന കോൺഗ്രസിൻ്റെ ഗുണങ്ങൾ അഡ്രസ്സ് ചെയ്യാത്ത ഒരു പുതിയ വിഭാഗം വോട്ടേഴ്സാണ് മോഡിയുടെ ശക്തി. അപ്പോൾ അവരെ കൺവിൻസ് ചെയ്യണമെങ്കിൽ ആ രീതിയിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആ രീതിയിലേക്ക് മാറാതെ BJP-യുടെയും മോഡിയുടെയും തിരിച്ചടികളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ളതാണ്. അത്ര എളുപ്പമൊന്നുമല്ലത്. രാഹുൽ ഗാന്ധിക്കെതിരെ അത് കണക്കാക്കിയെന്ന് തോന്നുന്നു BJP അല്ലേ ഒരു പുതിയ ആരോപണം. അത് ബംഗ്ലാദേശിൽ നിന്ന് അങ്ങ് വരികയും ചെയ്തു. അപ്പോൾ ഇത് വന്നതോടെ ആ ഒരു രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ഉണ്ടായി വന്ന ഇമേജ് ചെറിയൊരു ശതം പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയുന്നില്ല. അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ഈ ഒരു അവസ്ഥ നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് പോകുമ്പോൾ BJP അലയൻസ് കഴിഞ്ഞ തവണ ലോക്സഭ ഇലക്ഷത്തിൻ്റെ അത്ര ശക്തി ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ലോക്സഭ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ആ റിലേഷൻഷിപ്പ് ഒന്ന് സ്ട്രെയിൻഡ് ആയിട്ടുണ്ട്. എസ്പെഷ്യലി അജിത് പവാറുമായിട്ടുള്ള ബന്ധം ഒന്ന് സ്ട്രെയിൻഡ് ആയിട്ടുണ്ട്. പിന്നെ മാത്രം ഏകനാഥ് ഷിൻഡെ തിരിച്ചു പോകുന്നൊക്കെ അന്ന് റൂമറൊക്കെ ഉണ്ടായിരുന്നു. ഏകനാഥ് ഷിൻഡെ തിരിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അയാൾ അവിടെ പോയാൽ അയാൾക്ക് മുഖ്യമന്ത്രി ആകാൻ പറ്റില്ല. അയാൾക്ക് മാണി സാറിനെ പോലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു തവണയെങ്കിലും മുഖ്യമന്ത്രി ആക്കി കൊടുക്കണം. അത് BJP ആക്കി കൊടുത്തിട്ടുണ്ട്. ആ ഒരു കൂറ് പൊതുവേ ഏകനാഥ് ഷിൻഡെ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് ഇതിനിടയ്ക്കുള്ളൊരു ചോദ്യം, ഇനി അഥവാ ഇവർ തന്നെ അധികാരത്തിൽ തിരികെ വരുവാണെങ്കിൽ ഷിൻഡെ തന്നെ മുഖ്യമന്ത്രിയാകുമോ? ഇല്ല, ഫഡ്നാവിസ് വരും. അത് ഫഡ്നാവിസ് ഒഴിഞ്ഞു കൊടുത്താലേ.
ഫട്നാവിസിന്റെ നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്താണ്, അദ്ദേഹം BJP അധ്യക്ഷനാകും. അല്ല, BJP അധ്യക്ഷനാവുകയാണെങ്കിൽ വേറെ ആരെങ്കിലും വരും. BJP അങ്ങനെ പൂർണ്ണമായി വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അന്ന് മറ്റവർക്ക് പണി കൊടുക്കാൻ വേണ്ടി ഫട്നാവിസ് ഒഴിഞ്ഞു കൊടുത്തതാണ്. അത് കഴിഞ്ഞു. പിന്നെ ഏകനാഥ് ഷിൻഡെയാണ് മോൻ. ഇവിടെ അവിടെ ഈ പറയുന്ന ബാൽതാക്കറെ കുടുംബമൊക്കെ ആയിട്ട് ബന്ധമുള്ള ജേർണലിസ്റ്റ് എന്നോട് പറഞ്ഞത്, അവിടെ ഈ പൊതുവെ ബഹുമാനത്തോടു കൂടി വിളിക്കുക, പിന്നെ എന്താണ് ഭാബി എന്നാണ് വിളിക്കുക, ഒത്തിരി നമ്മൾ ചേച്ചിന്ന് വിളിക്കുമ്പോൾ. ഇപ്പോൾ ഉദ്ധവിൻ്റെ ഭാര്യേനോട് ഭാബി നമ്മളങ്ങനെ അവിടെയും പോയല്ലോ, ഭാബി നമ്മൾ കൂടെ ഉണ്ട്, ഭാബി ചേട്ടനോട് ഗംഭീരമാറ്റി ഭരിക്കാൻ പറഞ്ഞൊക്കെ പറഞ്ഞ് പോയത് അതിന് വേണ്ടി അങ്ങോട്ട് പോയത് എന്നാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരി. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് ഏകനാഥ് ഷിൻഡെ. അതായത് ലേലത്തിലെ പാപ്പി. അത് തന്നെ, പാപ്പിച്ചാനാണ് ഈ ഏകനാഥ് ഷിൻഡെ. അപ്പോൾ മുണ്ടും പൊക്കി ഒറ്റ മക്കളെ പാപ്പിച്ചായൻ വന്നടാ. അതുപോലുള്ള ആളാണ് ഈ ഏകനാഥ് ഷിൻഡെ. അതുകൊണ്ട് ബോംബെ പൊളിറ്റിക്സ് ആണ് പ്രത്യേകിച്ച് എത്തിക്സ് ഇല്ലാത്ത പൊളിറ്റിക്സ്. ഇന്ന് അവിടെ ഉള്ള നാളെ ഇവിടെ കാണാം, മറ്റന്നാൾ വേറെത്തിക്കാണ്. ഇതാണ് ബോംബെയിലെ പൊളിറ്റിക്സിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഏകനാഥ് ഷിൻഡെനെ അങ്ങനെ കണ്ണടിച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇതിലൊരു BJPക്ക് അനുകൂലമായൊരു ഫാക്ടർ എന്ന് വെച്ചാൽ RSSും BJPയും തമ്മിലുള്ള സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ BJPക്ക് അവിടെ സാധ്യതയുണ്ട്. കാരണം BJP അവിടെ വളരെ കാലമായിട്ട് ഒരു ജൂനിയർ പാർട്ട്ണറായി നിന്നുകൊണ്ട് അവിടെ ഗ്രൗണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ശാഖകളെല്ലാം വഴി RSS വഴിയാണത് ഗ്രൗണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് BJPയുടെ ഗ്രാസ് റൂട്ട് ലെവൽ വളരെ പവർഫുള്ളാണ്. ശരത് പവാറിന് ഇപ്പോൾ ഒരു മനുഷ്യൻ ജീവിക്കുന്നതിനൊരു പരിധിയില്ലേ? ആരും കൊന്നില്ലെങ്കിലും കുറേ പ്രായമൊക്കെ ഒരുപാട് അസുഖമൊക്കെ ഉണ്ട്. ഇനി അധികകാലം ശരത് പവാർ മുന്നോട്ട് പോകുന്നൊന്നുമില്ല. ശരത് പവാറിന് ശേഷം NCP അടിച്ചു പിരിയാനുള്ള സകല സാധ്യതയുണ്ട്. അയാളെ മോള് സൂലയുണ്ട്, പിന്നെ അജിത് പവാറുണ്ട്. ഇവന്മാരൊന്നും അങ്ങനെ അവിടെ ഒരുത്തനും വിശ്വാസ സ്ഥലമാണ്. പിന്നെ ഈ ശരത് പവാറിൻ്റെ കയ്യിൽ എല്ലാ ആയുധങ്ങളും ഉള്ളതുകൊണ്ട് അയാൾ ഒറ്റയ്ക്ക് ഇസ്രായേലാണ്, കൂടുതലൊന്നും പറയണ്ടല്ലോ. അപ്പോൾ ആ പേടിച്ച് നിൽക്കുന്നതാണ് ആളുകൾ. അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് അജിത് പവാർ പോയിട്ടുണ്ടെങ്കിൽ മോനെ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളെ കേസൊക്കെ ഒന്ന് പിൻവലിപ്പിച്ചിട്ട് വാ, BJPക്കാരെ മണ്ടന്മാരാക്കിയിട്ട് വാ എന്ന് പറഞ്ഞ് വിട്ടതായിരിക്കും. അത് BJPക്കും അറിയാം. BJP പിന്നെ അവിടെ നിന്ന് ലോക്സഭാ ഇലക്ഷനിൽ 400 സീറ്റ് കിട്ടണമെന്നുള്ളതുകൊണ്ട് ഇനി വല്ല സീറ്റും കിട്ടാണ്ടെങ്കിൽ അത് പോകാൻ സാധ്യതയുണ്ട്. അത് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കൂടെ കൂട്ടിയത്. BJPക്കും അറിയാം. ഇതിനകത്ത് ഈ അടുത്ത ഇലക്ഷനിൽ ഈ സർവേ പറയുന്നത് 25.8% വോട്ട് BJPക്ക് കിട്ടും. ശിവസേന, അതായത് ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന 14.2% മുതൽ 18.6% വരെ. അല്ല, 14.2%. കോൺഗ്രസിന് 18.6%. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് 17.6%. അജിത് പവാറിൻ്റെ NCPക്ക് 7 മുതൽ 12 സീറ്റ് വരെ കിട്ടാം. ശരത് പവാറിൻ്റെ NCP 23 മുതൽ 28 വരെ സീറ്റ് കിട്ടാം. എൻ്റെ പ്രശ്നം എന്താ പറയുക, ഈ BJP ഈ അജിത് പവാറിനൊക്കെ കൂടി മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. BJP ഭരിക്കാതിരിക്കുന്ന നല്ലത്. അജിത് പവാറിനെ വെച്ചിട്ട് ഒന്നൊരു കാര്യമില്ല, അഴിമതിയും സകലതും കൊടികുത്തി പാടി. ഇതിനാലും BJP ദേശത്ത് നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഒറ്റയ്ക്ക് നാട്ടുകാർ സഹിയായിട്ട് നാട്ടുകാരെ ഏൽപ്പിച്ചോളും. ഇപ്പം തന്നെ ഏകനാഥ് ഷിൻഡെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഏകനാഥ് ഷിൻഡെ അഴിമതിക്കാരനാണ്. ഇവരൊക്കെ ബോംബെ ബേസ്ഡ് പൊളിറ്റീഷ്യൻസ് അഴിമതി. ഫട്നാവിസ് അഴിമതിക്കാരനല്ല, ബിക്കോസ് അങ്ങനെ RSS തന്നെ അങ്ങനെ അഴിമതിക്കാരനല്ല. ഗഡ്കരി ഒന്നല്ല ഇയാൾ. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലത് ഇത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഏകനാഥ് ഷിൻഡെക്കും BJPക്ക് ഒറ്റയ്ക്ക് കിട്ടും. BJP ഏതാണ് ഒറ്റയ്ക്ക് കിട്ടുന്നതിന് അടുത്തവരെ എത്തിയാണ് ഒറ്റയ്ക്ക് നിന്നിട്ട്. ഇവന്മാർ ഒരുമിച്ച് നിന്ന ശിവസേനയ്ക്കും കോൺഗ്രസിനും പിന്നെ കോൺഗ്രസും NCP ഒരുമിച്ച് നിന്ന സമയത്ത് പോലും കുറച്ച് സീറ്റിന് വ്യത്യാസമുള്ളായിരുന്നു. അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഭരണം കണ്ട് ജനം മടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അവിടെ ഭരിക്കുന്ന ഒരു തന്നെയാണ് എങ്കിൽ പോലും അതിന് മുമ്പുള്ള ഭരണമുണ്ടോ, ജനം മടക്കുന്ന ഒരു സാഹചര്യത്തിൽ BJP ഒറ്റയ്ക്ക് വരാൻ പറ്റും. BJP ഈ പെട്ടെന്ന് അധികാരം പിടിക്കാൻ BJP കേരളത്തിലെ കിടക്കുന്ന സ്ട്രാറ്റജി പോലെ രാജ്യമായിട്ട് മതിയെന്ന് തീരുമാനിച്ചാൽ മതി. അങ്ങനെയാണ്. അത് പെട്ടെന്ന് അധികാരം പിടിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ നശിച്ചു പോകും. കേന്ദ്രത്തിൽ പിന്നെ ഇപ്പം കിട്ടുന്ന സാഹചര്യം കയറി പിടിക്കണം. ഇപ്പം മഹാരാഷ്ട്ര BJPൻ്റെ സോളിഡ് അസറ്റാണ്, ഹിന്ദുത്വത്തിൻ്റെ ഹോംലാൻഡാണ്, RSSൻ്റെ കേന്ദ്രമാണ്. അവിടെ ഇനി വരാത്ത മേഖലകളിൽ കൂടിയിട്ട് കുറച്ച് ആളുകളൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ബംഗാളാക്കാൻ അവർക്ക് പറ്റിയ സ്ഥലമാണ്. CPM ബംഗാൾ കൊണ്ടുപോയത്. ഇപ്പോൾ മോഡി ഗുജറാത്ത് കൊണ്ടുപോയതുപോലെ, മോഡിന് മുമ്പേ അവിടെ ഗുജറാത്തിൽ BJP ഉണ്ടല്ലോ, BJP ഗുജറാത്ത് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലമാണ്. അത് കുറച്ച് ക്ഷമിച്ചാൽ മതി. അല്ല, ഈ അലവലാദികളെ കൊണ്ടുവന്നാൽ ഉള്ള വിശ്വാസം പോയി പോകും. അതുകൊണ്ട് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ സർവേ ശരിയാവാൻ സാധ്യതയുണ്ട്. പക്ഷേ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല അവിടുത്തെ കാര്യങ്ങൾ. മഹാരാഷ്ട്രയാണ്. ഈ വർഷം അവസാനമാണ് തിരഞ്ഞെടുപ്പ് ഉള്ളത്. അവസാനം എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ പെർമിറ്റേഷൻ കോമ്പിനേഷൻ വരുമെന്ന് നമുക്ക് നോക്കണം. അത് വെച്ചേ പറയാൻ പറ്റുള്ളൂ.
തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശത്തിലേക്ക് പൊതുവേ ആളുകൾ ഇവിടെയൊക്കെ വോട്ട് ചെയ്ത് മോഡിക്കായിരുന്നു. ഇപ്പോൾ ഫഡ്നാവിസ് അവിടെ വന്ന് ആദ്യത്തെ ഇലക്ഷന് ഫഡ്നാവിസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവർ ഉയർത്തി കാണിച്ചിട്ടില്ല. മോഡിക്കാണ് ആളുകൾ വോട്ട് ചെയ്തത്. ഇപ്പം മോഡി പ്രഭാവം എങ്ങനെയുണ്ട് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും. ഫഡ്നാവിസ് ഒരു അപ്രതീക്ഷിത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു തോന്നുന്നല്ലേ? RSSന്റെ സ്വന്തം ആളല്ലേ ആ രീതിയിൽ. നമുക്കൊന്നും അറിയില്ലായിരുന്നു, പക്ഷേ അവിടെ ലോക്കലായിട്ടൊക്കെ അറിയപ്പെടുന്ന ആളായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ കേരളത്തെ പല സ്ഥലത്തെ മുഖ്യമന്ത്രിമാരെ നിങ്ങൾക്കറിയോ? ലോകത്തിലല്ല, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലെ മുഖ്യമന്ത്രിമാരെ നിങ്ങൾക്കറിയോ? BJPയുടെ ഇവരൊന്നും നമ്മളറിയാത്ത ആളുകളാണ്. അത് RSSന്റെ അല്ല മോഡിയുടെ നേരിട്ടുള്ള ഇടപെടൽ. അപ്പോൾ എന്തായാലും ഈ സർവേകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മഹാരാഷ്ട്രയിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.